ചരിത്രത്തിൽ അത്യപൂർവമായിട്ടാണ് ഒരു ആഭ്യന്തരമന്ത്രി തന്റെ ബോസ് വളരെ ശുദ്ധനാണ് എന്ന് റിപ്പോർട്ട് നൽകുന്നത്. ഇപ്പൊ ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതേ വീഡിയോ വീണ്ടും പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് തന്നെ ഈ FCRA ചട്ടങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഞങ്ങൾ രാഷ്ട്രീയ വിരോധം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ വിരോധം വെച്ചെടുത്ത കേസാണ്. അങ്ങനെയാണെങ്കിൽ എന്നേ മറ്റു നടപടിയിലേക്ക് പോകാമായിരുന്നു. പൂർണ്ണമായ പരിശോധന, അത്തരം ഒരാളായതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷമേ നടപടികളിലേക്ക് പോകാവൂ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട്. കേന്ദ്ര നിയമത്തിന്റെ ലംഘനമാണ്, അത് അന്വേഷിക്കാനുള്ള അധികാരം സംസ്ഥാന ഏജൻസികൾക്കില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് വലിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തിനു ഇത്രയും പേടിക്കണേ? അന്ന് പറഞ്ഞ പോലെ എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഒരു പേടിയില്ല, ഏത് ഏജൻസി അന്വേഷിക്കട്ടെ, അവർ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഏജൻസിയിൽ അന്വേഷിച്ച് വരട്ടെ എന്ന് പറയേണ്ടതിന് പകരം പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കടലാസ് എഴുതിയിട്ട് ആഭ്യന്തരമന്ത്രി തന്നെ അസാധാരണമായി പത്രസമ്മേളനത്തിലൂടെ ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. ഇത് വേറെ ബെസ്റ്റ് എന്താ, വിജിലൻസിൽ ഇപ്പം എന്തോ പുതിയ തുഫാൻ എന്താ ആരംഭിച്ചിട്ടുണ്ടല്ലോ, അത് കേസുകൾ എഴുതി തള്ളും അതിനുള്ള ദൗത്യനിർവഹണമായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അവനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. അന്വേഷണങ്ങളാകെ അട്ടിമറിക്കുക എന്ന സമീപനമാണ് ഇപ്പോ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിദേശത്ത് പോകാനായിട്ട് അനുമതി ചോദിച്ചത്. അനുമതി നൽകിയില്ലല്ലോ. ഇപ്പോ ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ അത്ഭുതകരമാണ്. ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ നിയമങ്ങളെല്ലാം മനസ്സിലാക്കണമല്ലോ. നാളെ ആഭ്യന്തരമന്ത്രി നേരെ അദ്ദേഹം അവിടെ പോയിട്ട് കേരളത്തിന് വേണ്ടി എന്റെ തൂഫാൻ മുടക്കുകയാണ്, നിങ്ങൾ ഫണ്ട് തരണം എന്ന് പറഞ്ഞാൽ അപ്പൊ തൂഫാൻ നല്ലതാണ്, അതുകൊണ്ട് അദ്ദേഹം ഫണ്ട് പിരിക്കുന്നു, മയക്കുമരുന്നിനെതിരാണെന്ന് പറഞ്ഞാൽ അത് നിൽക്കൂ? യഥാർത്ഥത്തിൽ പറഞ്ഞ വീടൊന്നും വച്ചിട്ടില്ല. പുത്തമ്പേലിക്കരയിൽ ആളുകളുടെ ഒരു മാർച്ച് കല്ല് തേടിയുള്ള യാത്രയുണ്ടായല്ലോ, അന്നിട്ട കല്ല് എവിടെ, അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ഇതിപ്പോ വീട് പണിതാൽ തന്നെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക് നേരെ പോയാൽ മതിയില്ലേ, ഫണ്ട് പിരിക്കാമല്ലോ. നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ആയാലും ഭരണാധികാരികളായും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വകാര്യ സന്ദർശനത്തിന് അനുമതി വാങ്ങി അവിടെ പോയി ഫണ്ട് പിരിച്ചു എന്ന് ഇപ്പൊ ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ അത് ശക്തമായ എവിഡൻസ് ആണ്. ആഭ്യന്തരമന്ത്രി, ഞാൻ കേട്ടില്ല, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് മണ്ഡലത്തിൽ വീട് പണിയുന്നതിന് വേണ്ടി വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചാൽ കുഴപ്പമില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ ആ ക്ലീൻ ചീറ്റ് അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയതായിരിക്കാനാണ് ഇട. നിയമപ്രകാരം അദ്ദേഹം പറഞ്ഞു ഇതുമായി നിങ്ങൾ പറഞ്ഞനുസരിച്ച് അതുമായി ചേർന്ന് നിൽക്കുന്നതല്ല ഈ കുറ്റവിമുക്തനാക്കുന്ന നടപടി. അദ്ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ കേന്ദ്രം അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ഈ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, ആ നല്ല കാര്യത്തിന് വേണ്ടി പോയി. അതിനിപ്പോ നിങ്ങൾ എന്തെങ്കിലും ശിക്ഷ വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ, അതായത് പറയാലോ ഞാൻ ഏത് ശിക്ഷയ്ക്കും തയ്യാറാണ്, നിങ്ങൾ അന്വേഷിച്ചോളൂ, ഞാൻ ഈ നല്ല കാര്യത്തിന് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ആഭ്യന്തരമന്ത്രി തന്നെ ഒരു വസ്തു കുറ്റം ചെയ്തു എന്ന് പറയുന്നു, അതേ ആഭ്യന്തരമന്ത്രി പിന്നെ അസാധാരണമായി പത്രസമ്മേളനം നടത്തിയിട്ട് ക്ലീൻ ചിറ്റ് നൽകുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.